Stories of marketing in touch with positive people. പവർ ഓഫ് റീറ്റെയിലർ 64ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. ഒരു റീറ്റെയിൽ ഷോപ്പ് എത്രമാത്രം മനോഹരമായിട്ട് എത്രമാത്രം നല്ല പോലെ ബിസിനസ് കൊണ്ടുപോകാൻ ഓരോ റീറ്റെയിലേഴ്സും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പൊ റീറ്റെയിൽ ഷോപ്പുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നു, വാട്സപ്പുകളിലൂടെ മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ബിസിനസ് കൂട്ടുന്നതിന് വേണ്ടി ഓരോ പ്രവർത്തികളും ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് തടസ്സമായി നിൽക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ ലോൺ എടുത്ത് ഷോപ്പ് മാക്സിമം മനോഹരമാക്കി സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്ത് വളരെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒന്നും രണ്ട് സ്റ്റാഫുകളെ എടുത്ത് വളരെ ഭംഗിയായിട്ട് ഷോപ്പുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിസിനസ് വരാതിരിക്കുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ബിസിനസ് വരാതിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് വരണമെങ്കിൽ അവിടെ ആ റീറ്റെയിലർ വച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ വരണം. ആ പ്രോഡക്റ്റുകൾ വിൽക്കപ്പെടുന്ന ഏരിയ, വിൽക്കപ്പെടുന്ന സംവിധാനങ്ങൾക്ക് ആ പ്രോഡക്റ്റ് തരുന്നവർ തന്നെ വേറെ രീതിയിലുള്ള മാർക്കറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആ പാവം റീറ്റെയിലർക്ക് അവിടെ ബിസിനസ് കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബൾക്കായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്, ആർക്കിടെക്ചർ, ഇവരൊക്കെ സംയുക്തമായിട്ട് നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു ഷോപ്പ് അങ്ങ് ആരംഭിച്ച് കളയാം. എന്നിട്ട് ഒരു GST എടുത്തിട്ട് ആ കമ്പനിയോട് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ആരംഭിക്കാം വേറൊരു റീറ്റെയിൽ ഷോപ്പ്. ആ റീറ്റെയിലർ, പഴയ റീറ്റെയിലർ 5 ലക്ഷത്തിന് സ്റ്റോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷത്തിന് എടുത്തിട്ട് അങ്ങ് ചെയ്യാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള കമ്പനികളിൽ നിന്നും പ്രോഡക്റ്റ് ഒരു റീറ്റെയിലർ പർച്ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഒപ്പം തന്നെ റീറ്റെയിൽ ഷോപ്പിൽ പ്രോഡക്റ്റ് കൊടുത്തിട്ട് അതേപോലെ തന്നെ ആ മാനുഫാക്ചേഴ്സോ മറ്റോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റോ മറ്റോ ഡയറക്റ്റ് എൻ കൺസ്യൂമറിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമുള്ള പ്രോഡക്റ്റുകൾ ഉറപ്പായിട്ടും ഒഴിവാക്കി കളയണം. അങ്ങനെ ഒഴിവാക്കി കളഞ്ഞില്ലെങ്കിൽ സമയത്തിന് വളരെയധികം വാല്യൂ ഉണ്ട്, സമയത്തിന് വളരെയധികം വിലയുള്ളതാണ്. ഇന്ന് ഒരു മാനുഫാക്ചറും ചെയ്യാത്ത രീതികളാണ് അതൊക്കെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാരും 100% ആൾക്കാരും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കേരളത്തിലോ കേരളത്തിന് പുറത്തുള്ളവരോ ഏത് സ്റ്റേറ്റിലുള്ളവർ ചെയ്താലും അത് വളരെ മോശമാണ്. അതായത് കോൺട്രാക്ടേഴ്സിന് നേരിട്ട് പ്രോഡക്റ്റ് കൊട്ടേഷൻ കൊടുത്ത് നേരിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവുക. ആ റീറ്റെയിൽ ഷോപ്പ് അതിനുശേഷം ആ തൊട്ടടുത്ത് തന്നെ ആ റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് ആ വേറൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പ്രോഡക്റ്റുകൾ എടുത്തു വയ്ക്കുക, എന്നിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യുക. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ള ആ ഒരു സംവിധാനം ഉപയോഗിക്കുന്ന സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആയാലും കമ്പനികളായാലും അത്തരം പ്രോഡക്റ്റുകൾ ഒരു കാരണവശാലും ഒരു റീറ്റെയിലർ എടുക്കരുത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഓൺലൈൻ പ്രൊമോഷൻ നടത്തുന്ന ഓൺലൈനിൽ പ്രോഡക്റ്റുകൾ വിൽക്കുകയും ഒപ്പം തന്നെ ഈ റീറ്റെയിലർക്ക് കൊടുക്കുകയും ചെയ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ശരിക്കും ഓൺലൈനൊക്കെ നല്ലതാണെങ്കിൽ കൂടി ചിലതരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി, അതിൻ്റെ ക്വാളിറ്റി, അതിനെക്കുറിച്ചിട്ട് നമുക്ക് വേറൊരു അതർ പേഴ്സണായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ സർവീസ് സെൻ്ററായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടി, അതിൻ്റെ ക്വാളിറ്റിയിൽ ഇങ്ങോട്ട് പോരെ, ഞാൻ നിങ്ങൾക്ക് തിരിച്ച് ഏത് പ്രോഡക്റ്റ് വേണം തിരിച്ചു തരാം, അങ്ങനെ പറയുന്ന ആളാണ് ഒരു റീറ്റെയിലർ എന്നുള്ള വാല്യൂ, ആ വില എൻ കൺസ്യൂമർ. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഷോപ്പാണെങ്കിൽ ആ നാട്ടിലുള്ള ഷോപ്പുകാരന് ആ ഒരു വാല്യൂ കൊടുക്കണം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിൽ നിന്ന് നേരിട്ടെടുക്കുക, കമ്പനിയിൽ നിന്ന് നേരിട്ടെടുക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഓൺലൈൻ സ്വന്തം ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ബ്രാൻഡ്
പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്നു, മറ്റുള്ള വാട്സപ്പ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ആ റീറ്റെയിലർ ആ നാട്ടുകാർക്ക് അവയർനെസ് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അയാളുടെ മാനസികമായി തകർക്കുകയും ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഓൺ പ്രോഡക്റ്റ്, സ്വന്തമായ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് ഒരു റീറ്റെയിലർ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും അതെടുത്ത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ, ആ രീതിയിൽ വേറെ ഒരു ബ്രാൻഡിലേക്ക് മാറണം എന്നുള്ള ഒരു ഫീല് അയാൾക്ക് വരുന്നത് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഇനി വരുന്ന കാലത്ത് എത്ര ഓൺലൈൻ സംവിധാനത്തിലൂടെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചാലും ഇവിടെ റീറ്റെയിൽ മാർക്കറ്റിംഗ്, ബന്ധങ്ങൾ, മനുഷ്യനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ലോകത്ത് നിൽക്കുന്നിടത്തോളം കാലം റീറ്റെയിൽ ഷോപ്പുകൾക്ക് വളരെയധികം റീറ്റെയിൽ ഷോപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്കൊന്ന് സ്റ്റഡി ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം റീറ്റെയിൽ ഷോപ്പുകൾ ഓരോ വർഷം കഴിയുന്തോറും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം ഓൺലൈൻ പ്രൊമോഷൻ, ഓൺലൈനായിട്ട് കമ്പനികളും ഡിസ്ട്രിബ്യൂട്ടറോ വിൽക്കാൻ ശ്രമിച്ചാലും അതിലുപരിയായി റീറ്റെയിൽ ഷോപ്പിൽ പോയി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആനന്ദം അത് വേറൊന്ന് തന്നെയാണ്. ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.